മലപ്പുറത്ത് ഡാൻസ് ഓഫ് സംഘം പിടികൂടിയ സ്വർണം മുക്കിയതായി വെളിപ്പെടുത്തൽ. തന്റെ കയ്യിൽ നിന്നും പിടികൂടിയ സ്വർണത്തിൽ നിന്നും 300 ഗ്രാം ഡാൻസ് ഓഫ് സംഘം എടുത്തുവെന്ന് കടത്ത് സംഘത്തിലെ വ്യക്തി മീഡിയ വണ്ണിനോട് പറഞ്ഞു. നികുതി വെട്ടിച്ചെത്തുന്ന സ്വർണം പിടികൂടുന്നത് മോഷണക്കേസായാണ് രജിസ്റ്റർ ചെയ്യുന്നത്. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. നികുതി വെട്ടിച്ച് സ്വർണം കടത്തിയാൽ അത് പിടികൂടേണ്ടത് കസ്റ്റംസ് ഉദ്യോഗസ്ഥരാണ്. എന്നാൽ സുജിത് ദാസ് ജില്ലാ പോലീസ് മേധാവിയായിരിക്കെ 150 കിലോ സ്വർണം പോലീസ് പിടികൂടിയെന്നാണ് ഔദ്യോഗിക കണക്ക്. കളവ് കേസായാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്യുന്നത്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? മീഡിയ വൺ അന്വേഷിക്കുകയാണ്. വിമാനത്താവളത്തിലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥരാണ് ഡാൻസ് ഓഫ് സംഘത്തിന് വിവരങ്ങൾ ചോർത്തി നൽകുന്നത്. വിമാനത്താവളത്തിന് പുറത്തുവെച്ച് ഡാൻസ് ഓഫ് സംഘം സ്വർണം പിടികൂടും. ഇത് കളവ് കേസായാണ് രജിസ്റ്റർ ചെയ്യുക. 2022 കൊണ്ടുവന്ന സ്വർണത്തിൽ നിന്നും 300 ഗ്രാം ഡാൻസ് ഓഫ് മോഷ്ടിച്ചുവെന്ന് കടത്ത് സംഘത്തിലുള്ളവർ വെളിപ്പെടുത്തി. അതിന് SP യുടെ നിർദ്ദേശപ്രകാരമുള്ള അന്നത്തെ ഡാൻസ് ഓഫ് അംഗങ്ങൾ എന്ത് ചെയ്യുന്നു? ഇവരുടേതായ രീതിയിൽ ഇവർക്ക് വേണ്ടപ്പെട്ട ആളുകളുടെ അടുത്ത് പോയിട്ട് ഈ സ്വർണം രൂപമാറ്റം വരുത്തിയിട്ട് അവർ നിർദ്ദേശിക്കുന്ന ക്വാണ്ടിറ്റി അവർ കോടതിയിൽ ഹാജരാക്കുന്നുള്ളൂ. ഞങ്ങളുടെ ഒരു കേസിൽ തന്നെ 1200 ഗ്രാം സ്വർണം പിടിച്ചിട്ട് 850-900 ഗ്രാമിന്റെ അടുത്താണ് ഇവർ കോടതിയിൽ കൊടുത്തിട്ടുള്ളത്. കോടതിയിൽ നേരിട്ട് ഹാജരാക്കാതെ തൊണ്ടി മുതലായ സ്വർണം ഉരുക്കി രൂപമാറ്റം വരുത്തിയാണ് കോടതിയിൽ ഹാജരാക്കുന്നത്. കേസിൽ നിന്നും ഒഴിവാക്കി തരണമെന്ന് പറയുന്നവരുടെ മുഴുവൻ സ്വർണവും എടുത്ത ശേഷം കേസ് രജിസ്റ്റർ ചെയ്യാറില്ലെന്നും കടത്തുകാർ പറയുന്നു. കാരിയർമാരായിട്ട് വരുന്നവരുടെ ജീവിതമാർഗ്ഗമാണ് അവർക്ക് തിരിച്ചു പോകാൻ അവരെ പാസ്പോർട്ട് എന്നുള്ളത്. ഇതിൽ ഈ പാസ്പോർട്ട് ജാമാക്കും, നിന്നെ ഇനി തിരിച്ചു പോകാൻ പറ്റാത്ത വിധത്തിലാക്കി കളയുന്ന പേടിക്കുന്നതുകൊണ്ട് തന്നെ ഒരുവിധം കരിയർമാരും പോലീസിന്റെ ക്രൂരതകളൊന്നും ഒരിക്കലും പുറത്തു പറയാറില്ല. പുതിയ വിവരങ്ങൾ പുറത്തുവന്ന പശ്ചാത്തലത്തിൽ കസ്റ്റംസിന്റെ അന്വേഷണവും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധനയും ഉണ്ടാകും. സുജിത് ദാസ് മലപ്പുറം SP ആയിരിക്കെ പിടികൂടിയ സ്വർണ്ണക്കടത്ത് കേസുകൾ മുഴുവൻ പരിശോധിക്കാനാണ് സാധ്യത. സാജിദ് അജ്മൽ, മീഡിയ വൺ, മലപ്പുറം.